എല്ലാവർക്കും ഏഞ്ചൽ ഡിസൈൻ ടാക്ടിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഇത് ചെയ്യുന്നത് ഞാനല്ല, വേറൊരാളാണ്. എൻ്റെ നെയ്ബറാണ്. പേര് ആമിന. 9ൽ പഠിക്കുന്ന, ക്രിയേറ്റീവ് വർക്കിനോടൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതുപോലെ തന്നെ പുറം ലോകം അറിയാതെ പോകുന്ന ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ എൻ്റെ നാട്ടിലുണ്ട്. അവരുടെ കഴിവുകളെല്ലാം മറ്റുള്ളവർ കാണുക, അവരെ അറിയിക്കുക എന്നതാണ് ഈ തൊട്ടുള്ള എൻ്റെ ചില വീഡിയോസിന്റെ ഉദ്ദേശം. അപ്പോൾ ഇത് എൻ്റെ മാത്രം ചാനലല്ല, നമ്മുടെ എല്ലാവരുടെയും ചാനലാണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല കട്ടിയുള്ള ഒരു ബേസാണ്. അതിനായിട്ട് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്, നമ്മൾ കേക്കൊക്കെ വെക്കില്ലേ, ആ ഒരു ബേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ സാരിയില്ല, നമ്മുടെ കട്ടി ബേസ് ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ഇനി നമ്മൾ എടുക്കുന്നത് കിറ്റാണ്. നമ്മുടെ സാധാരണ കടയിലൊക്കെ ഇപ്പം കിട്ടുന്ന കിറ്റില്ലേ, ആ കിറ്റ് മുറിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ചുറ്റും ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ ഗ്ലൂ ഗണ്ണാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബേസ് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊരിക്കയാണ്. ഒരു ചെറിയൊരു പൊരിക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് റെഡ് കളറും വൈറ്റ് കളറിൻ്റെ ഒരു മിക്സറാണ്. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് വരുന്നത്. കാരണം നമ്മൾ സാധാരണ പിങ്ക് കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് നമ്മൾ ഇതുപോലെ തന്നെ പൊരിക്കയിൽ ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഹൈലൈറ്റ് വരത്തില്ല. പക്ഷേ ഈ റെഡിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനിൽ കിട്ടുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടം വേറെ കളറാണെങ്കിൽ ആ ഒരു മിക്സറിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളറിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു മിക്സർ, അതിൻ്റെ ഒരു പൊരിക്കയുടെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ കളർ നന്നായിട്ട് മറയത്തക്ക രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്. അതാകുമ്പോൾ ഒരുപാട് പുറത്തോട്ടൊന്നും സ്പ്രെഡായിട്ട് പോകത്തില്ല. നമുക്ക് ആ ഒരു ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ നടുക്കത്തെ ആ ഒരു കളറാണ്. അതിന് നമുക്ക് ചന്ദനത്തിൻ്റെ കളർ ഉണ്ടല്ലോ, ചന്ദനത്തിൻ്റെ കളറും ഓറഞ്ചിൻ്റെ കളറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടത് ചന്ദനത്തിൻ്റെ കളറാണ്. അപ്പോഴേ ആ ചെറിയൊരു ഉണങ്ങി വരുമ്പോൾ ഒരു ബ്രൗൺ ആ ഒരു ഫീൽ നമുക്ക് കാണുമ്പോൾ തോന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സർ നമുക്ക് ഇതിൻ്റെ നടുക്കത്തെ പോർഷനിലോട്ട് നല്ല തിക്കായിട്ട് ഇതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സൈഡിലോട്ടൊക്കെ ഒത്തിരി സ്പ്രെഡായി പോയാലേ ആ ഒരു പിങ്കിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പൊരിക്കയുടെ വർക്ക് ഏകദേശം തീരാറായി വരുവാണ്. ഇനി നമുക്കൊരു പൂവിൻ്റെ ഒരു ഫീല് കിട്ടണ്ടേ കാണുമ്പോൾ. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, റെഡ് കളറിലെ പെയിൻറ്റ് ഇതുപോലെ തന്നെ അകത്ത് നിന്ന് പുറത്തോട്ട് ചെറിയ 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 ആയിട്ടുള്ള ഇതുപോലുള്ള രീതിയിൽ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ പൂവിൻ്റെ ഒരു ഭംഗി വന്നു. റെഡ് പെയിൻറ്റ് കൊണ്ട് പൊരിക്കയുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ പൂവിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആവും. നമ്മുടെ വീട്ടുമുറ്റത്ത് പറമ്പിലൊക്കെ കാണുന്ന സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് നല്ല വർക്കൊക്കെയല്ലേ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതൊരു സ്പ്രൈറ്റിൻ്റെ കുപ്പിയാട്ടോ. അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ തന്നെ ഒരു ഇലയുടെ ഷേപ്പിൽ മുറിച്ച് കൊടുക്കുവാണ്. ഇപ്പം പിന്നെ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഒരുപാട് കുപ്പിയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് കുപ്പിക്ക് ക്ഷാമമൊന്നുമില്ല. ഇനി നമുക്ക് ഗ്രീൻ കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നല്ല കട്ടിക്കാൻ അടിച്ചു കൊടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെയിൻറ്റ് കുറച്ച് കൂടുതൽ അടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഉണങ്ങി വരുമ്പം ഏകദേശം ശരിയാകും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നല്ല കട്ടിക്ക് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ്സിൽ തന്നെ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വെട്ടി പെയിൻ്റൊക്കെ അടിച്ച് വെച്ച് ആ ഒരു ലീഫ് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം ലീവ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഫ്ലവറിൻ്റെ പുറത്തോട്ട് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുവാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വാർണിഷ് ഇല്ലെങ്കിൽ സാരമില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ ആ ഒരു ഹൈലൈറ്റ് തോന്നാനും കുറച്ചും കൂടെ നല്ല ഷൈനി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടൊക്കെ ഇതുപോലെ തന്നെ വാർണിഷ് അടിച്ചു കൊടുക്കുവാണ് ത്രൂ ഔട്ട്.
അങ്ങനെ പൂവിൻ്റെയും ഇലയുടെയും പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബാക്കി പാർട്സിൻ്റെ കാര്യമാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഫ്ലവറിൻ്റെ ഈ ഒരു പോർഷനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മലയാളത്തിൽ കൊലാഞ്ഞിലി എന്ന് പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പറയും എന്നെനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് നല്ല കട്ടിയിൽ പച്ച കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്കിന് വേണ്ട എല്ലാ പാർട്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മുടെ ബേസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ പശയുണ്ടല്ലോ ഫെവിക്കോൾ, അതിൽ ഇത് ഒട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 5 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഫെവിക്വിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ബേസ് മൊത്തം നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ബേസ് നിറച്ചും നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൂവിൻ്റെ പോർഷൻ ഇപ്പം ഞങ്ങൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെറിയ പൂ വലിയ പൂ അങ്ങനെ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കും ആ ഒരു ഫ്രെയിമിൽ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ തെങ്ങിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം പണ്ട് നടന്നൊരു സംഭവം ഓർമ്മ വരുന്നത്. ഞാൻ അന്ന് ഏകദേശം ഒരു 3-ോ 4-ോ എന്തോ പഠിക്കുന്നൊരു സമയം ഞാനിങ്ങനെ സ്കൂള് വിട്ടിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം ഭയങ്കര വലിയൊരു ശബ്ദത്തിൽ എന്തോ വന്നെൻ്റെ പുറകിലോട്ട് വീണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ ഒരു തേങ്ങ, എൻ്റെ കുഞ്ഞു തലയുടെ ഒരു 2 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള വലിയൊരു തേങ്ങ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം ഒരു 2 സെക്കൻഡെങ്കിലും മാറിയിരുന്നെങ്കിൽ എൻ്റെ തലയിലായിരുന്നു എന്നെ വീണത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായേനെ. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഈ ഫ്രെയിമിൽ മൊത്തം ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഭയങ്കര സിമ്പിളാട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അങ്ങനെ ഏകദേശം ഒരു 1/4 ഭാഗത്തോടെ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്പ്രൈറ്റ് കുപ്പിയിൽ നിന്ന് കുറച്ചധികം പോർഷൻ ഇതുപോലെ തന്നെ വെട്ടി നല്ല പച്ച കളറൊക്കെ അടിച്ച് ഇലയുടെ ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിനി ഈ ഒരു ഫ്രെയിമിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഞാൻ ഈ ഗ്ലൂ ഗൺ എൻ്റെ കൈ കൊണ്ട് തൊടുന്നത്. ആമിനെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഓരോന്നൊക്കെ ഒട്ടിക്കാനായിട്ട് അവരെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. ബാക്കിയുള്ളൊരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യുന്നുണ്ട്, നല്ല ഒരു വൃത്തിയായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ തുറന്നാൽ നമുക്ക് നല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് ഇലയൊന്നും വെക്കണ്ട കേട്ടോ. ആ ഒരു പൂവിൻ്റെ ഹൈലൈറ്റ് പോകാത്ത രീതിയിൽ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ലീവ്സ് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന പൊരിക്ക വെച്ചിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി വോൾ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോളിലോ റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്